മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റാണ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുന്നതിന് മുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞാൽ മറന്നുപോയി. അവസാനം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അവസാനം ഒന്നുകൂടെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞ് ഒരു കാര്യം മറന്നുപോയതുകൊണ്ട് വീണ്ടും പറയുകയാണ്. അപ്പം ഞാൻ എന്താണ് ഇത് ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, ഈ കാണുന്ന സാധനം കണ്ടോ, അരാട്ടൈ. ഓക്കെ, നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തോട് സ്നേഹവും കൂറും ഉള്ളവരായിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് വാട്സപ്പും ഗൂഗിളും മൈക്രോസോഫ്റ്റും ഇതൊക്കെ അമേരിക്കയുടെയാണ്. ഇതിന് ബദലായിട്ടൊരു സാധനം നമുക്ക് ഇന്ത്യക്കാർക്കില്ല. ടെലിഗ്രാം എന്ന് പറയുന്ന സാധനം റഷ്യക്കാരുടെ സാധനമാണ്. വിചാറ്റ് എന്ന് പറയുന്നത് ചൈനക്കാരനുണ്ട്. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ടൊരു സംഭവമില്ല. അപ്പോൾ ഇപ്പം സോഹോ കോർപ്പറേഷൻ, അത് നല്ലൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അവരാണ് നമ്മുടെ IRCTCയുടെ ആപ്പ് മാറ്റിയിട്ട് അവർ റെയിൽ വൺ എന്ന് പറഞ്ഞൊരു ആപ്പ് ഇറക്കിയിട്ടില്ലേ, അടിപൊളി ആപ്പാണ്, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ സോഹോ കോർപ്പറേഷനാണ് ഇറക്കിയത്. അപ്പോൾ അവർ തന്നെ ഇറക്കിയ ഒരു വാട്സപ്പിൻ്റെ ബദലായിട്ടുള്ളൊരു സാധനമാണിത്, അരാട്ടൈ. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ ആപ്പ് എനിക്ക് പ്രൊമോഷനോ എനിക്ക് പൈസ കിട്ടുമോ അങ്ങനൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ രാജ്യത്തോട് കൂറുള്ളവരായിരിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനോട് കൂറ് പുലർത്തുക. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് വികസിപ്പിച്ചൊരു സംഭവമാണ്. ഇത് വിജയിക്കുകയോ പരാജയപ്പെടുമോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സഹായം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കയ്യും മെയ്യും മറന്ന് ചങ്ക് വരെ പറിച്ചു കൊടുക്കുന്ന ആൾക്കാർ. അപ്പം ഇപ്പോൾ തന്നെ ഇത് വാട്സപ്പിനെ കടത്തി വെട്ടി ഭയങ്കര ഡൗൺലോഡിങ് നടക്കുന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ പിന്നൊക്കെ വരാൻ താമസിക്കുമായിരിക്കും. എനിവേ, എന്തായാലും നിങ്ങളിതെല്ലാവരും നമ്മുടെ വാട്സപ്പ് പോലെ തന്നെയാണ് ഇത്. ജസ്റ്റ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇട്ടേക്കുക. ഒരു പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാൻ ഇതിലായിരിക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ രാജ്യത്തോട് നമ്മുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കുക. നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റത്തില്ല, വേറെ സത്യം. ചൈനക്കാരില്ലാതെ നമുക്ക് കഴിയാൻ പറ്റുമോ? പറ്റത്തില്ല. എങ്കിലും നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയ ഒരു ആപ്പാകുമ്പോൾ നമ്മളതിനോട് സഹകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ അനാലിസിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ് പറയുന്നത്, മാർക്കറ്റ് അങ്ങോട്ട് പോയി 100 പോയിൻറ്റ്, തിരിച്ച് താഴോട്ട് വന്ന് 100 പോയിൻറ്റ്, പിന്നെ ഒരു 80 പോയിൻറ്റ് കയറി, പിന്നെയും എവിടെയാണോ ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ മാർക്കറ്റ് വന്ന് അവസാനിച്ചു അല്ലേ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഒരു സെക്കൻഡ് ഒന്ന് ഓപ്പൺ ആക്കിക്കോട്ടെ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മിഡ് ക്യാപ്പിനെയാണെന്ന് അല്ലേ. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് നിങ്ങൾ മിഡ് ക്യാപ്പിനെയാണ് ഓർക്കേണ്ടതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് നേരത്തെ നമ്മുടെ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും ഉണ്ടായിരുന്നു, അതിലും ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു സെക്കൻഡ്, അതുപോലെ തന്നെ ഞാൻ നമ്മുടെ വീക്കിലി അനാലിസിലും പറഞ്ഞിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന് മിഡ് ക്യാപ്പാണ്. കാരണം എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടായാൽ, ഇതെന്താ ഇങ്ങനെ വരുന്നത്, എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ആയിരിക്കും ആദ്യം മിഡ് ക്യാപ്പ് ആയിരിക്കും പറക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ. ഇന്ന് അതുപോലെ തന്നെ നിഫ്റ്റിയേക്കാളും വളരെ ഡീസൻ്റായിട്ട് നമ്മുടെ മിഡ് ക്യാപ്പ് ഇന്ന് പെർഫോം ചെയ്തു. ക്ലോസിങ് ഏകദേശം 50 പോയിൻറ്റ് പോസിറ്റീവിലാണ്. ഓക്കെ, 50 പോയിൻറ്റ് പോസിറ്റീവിൽ. നമ്മൾ നിഫ്റ്റിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. -19ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്ലോസിങ്ങിനത് കാണിക്കുന്നത് തൊട്ട് കുറച്ച് മേളിലാണെങ്കിലും പക്ഷേ ക്ലോസ് ചെയ്തേക്കുന്നത് നമ്മുടെ ലെവലിലാണ്. ഏകദേശം 640 നമ്മുടെ ലെവൽ. 634 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഏകദേശം ഈ റേഞ്ച് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഇന്ന് മിഡ് ക്യാപ്പിൽ ഇന്ന് ധാരാളം ആൾക്കാർ ട്രേഡ് എടുത്തു. മിഡ് ക്യാപ്പിൽ ട്രേഡ് എടുക്കാത്ത ആൾക്കാർ വരെ ട്രേഡ് എടുത്തു. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഈ മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയാൻ കാണിച്ചാൽ, ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ എല്ലാവരും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ് ഒക്കെ ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ ആരും ഈ മിഡ് ക്യാപ്പിനകത്ത് നമ്മുടെ ഇൻഡെക്സിനകത്ത് ഇങ്ങനൊരു സെക്ടർ ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. മിഡ് ക്യാപ്പ് എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ. മ്യൂച്വൽ ഫണ്ടും
ഒക്കെ എടുക്കാൻ നേരം ഇപ്പം മിഡ് ക്യാപ്പ് ഫണ്ടിനെ പറ്റി കിട്ടുന്നുണ്ട് അല്ലേ. അല്ലാതെ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഉണ്ടെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പം എല്ലാവരിൽ നിന്ന് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എപ്പോഴും എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യമാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മിഡ് ക്യാപ്പിനെ സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനലിന് തന്നെ മിഡ് ക്യാപ്പ് ഡോക്ടർ എന്ന് പേരിട്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുന്നേ ഇതിനെ നല്ലപോലെ പഠിക്കുകയും അതിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് പെർഫോം ചെയ്യുന്നതെന്ന് ഇതെങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വളരെ കൂലങ്കഷമായിട്ട് ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ മിഡ് ക്യാപ്പിൽ പയറ്റാൻ തുടങ്ങിയത്. അപ്പം മിഡ് ക്യാപ്പിനെ ചെറിയൊരു സമ്മറി ഞാനൊന്ന് പറയാം, നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് സംഭവം എന്ന്. അപ്പം അതിന് ശേഷമാണ് മിഡ് ക്യാപ്പ് ഡോക്ടർ എന്നൊരു ചാനൽ തുടങ്ങിയതും നമ്മൾ അതിനകത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ അങ്ങനെ ആരും കണ്ടിട്ടില്ല മിഡ് ക്യാപ്പിനെ പറ്റി ഇങ്ങനെ അസന്നിഗ്ധമായിട്ട് പറയുകയോ ലെവലുകൾ പറയുകയോ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടില്ല എങ്ങും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ അതിനകത്തിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലെവലുകളൊക്കെ ഏറെക്കുറെ നല്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ മിഡ് ക്യാപ്പ് ഡോക്ടർ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങി. അങ്ങനെ നമ്മളവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾക്ക് തലക്കടി കിട്ടിയ പോലെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലോഡ് സൈസൊക്കെ മാറ്റി മന്ത്ലി എക്സ്പയറി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തിൽ ട്രേഡ് ചെയ്യാൻ പറ്റാതായിപ്പോൾ. അതുവരെ നമ്മൾ വളരെ ആക്യുറസിയോടുകൂടെ നമ്മൾ ട്രേഡുകളും കോളുകളും ഒക്കെ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു മിഡ് ക്യാപ്പ്. അപ്പോൾ അതിനുശേഷം ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം മിഡ് ക്യാപ്പിൻ്റെ ഈ പെർഫോമൻസ് കണ്ടപ്പോഴും, പ്രത്യേകിച്ച് ഇത് മന്ത്ലി എക്സ്പയറി ആകാൻ പോവുകയാണ്. അപ്പം ഇനി പ്രൈസൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു കൈ നോക്കാമെന്ന് ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് നമുക്ക് മിഡ് ക്യാപ്പിനകത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്. കാരണം ഏറ്റവും കൂടുതൽ ഈ ഫോളിനകത്തിൽ ഏറ്റവും കൂടുതൽ വീണത് മിഡ് ക്യാപ്പാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മിഡ് ക്യാപ്പിൻ്റെ നമുക്ക് ഡെയിലി ചാർട്ടൊന്ന് എടുക്കാം. മിഡ് ക്യാപ്പിൻ്റെ ഡെയിലി ചാർട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കണ്ടോ, ഏറ്റവും കൂടുതൽ ഈ ഫോളിനകത്തിൽ ഏറ്റവും കൂടുതൽ വീണത് മിഡ് ക്യാപ്പാണ് അല്ലേ. അപ്പം ഈ മിഡ് ക്യാപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴുമ്പം നല്ലപോലെ വീഴും, കയറുമ്പോൾ അതുപോലെ കയറുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഫോള് നമുക്കൊരു 750-800 പോയിൻറ്റിൻ്റെ ഒരു ഫോള് നമുക്ക് കിട്ടി. അപ്പം അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിസ പ്രശ്നമായിരുന്നു. അതായത് നമ്മുടെ H1B വിസയുടെ പ്രശ്നമായിരുന്നു. ആ പ്രശ്നം ഏകദേശം സോൾവ് ആയി. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ തിരിച്ച് ബൗൺസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിന്ന് മിഡ് ക്യാപ്പിനെ ഫോക്കസ് ചെയ്യണം. എല്ലാവരെക്കാളും കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യത മിഡ് ക്യാപ്പിനാണെന്ന് ഞാൻ പറയാൻ കാര്യം. നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇന്ന് മിഡ് ക്യാപ്പ് ഏകദേശം ഒരു എൻ്റെ കണക്ക് പ്രകാരം ഒരു 200 മുതൽ 250 പോയിൻ്റ് വരെ മൂവ് ചെയ്യേണ്ട സാധ്യത ഇന്ന് മാർക്കറ്റിലുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഇന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ നമ്മളെ ചതിച്ചത് ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോഷി ചതിച്ചാശാനെ എന്ന് പറയുന്ന പോലെ നമ്മളെ ചതിച്ചത് ഒരാളാണ്. ആരാണെന്നറിയാമോ? കാണിച്ച ഒരാളാരാണ്. ചതിച്ച ആൾ വേണ്ട ഈ ആളാണ്. ഓക്കെ, ഈ ആളാണ് നമ്മളെ ചതിച്ചത്. ഡിക്സൺ ടെക്നോളജി 4.25%, 5% ഡിക്സൺ ടെക്നോളജി ഇന്ന് മിഡ് ക്യാപ്പിനകത്തിൽ ഫോളായി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഡ് ക്യാപ്പ് എന്ന് പെർഫോം ചെയ്യാഞ്ഞ്. ഇവനെങ്ങാനും ന്യൂട്രലായിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വന്ന സാധനം ഇതൊക്കെ അങ്ങ് 200, 250, 300 വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതിനെ താഴോട്ട് വലിച്ചേക്ക് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഡിക്സൺ ടെക്നോളജി 883 പോയിൻ്റാണ് വേണം, 4.25% അത് വീണ്. ഇതിനകത്തിലെ ഫാർമ പോലും ഞാൻ നോക്കിക്കേ, ലൂപ്പിൻ ഫാർമ പോലും നല്ലപോലെ 10-22 പോയിൻ്റ് വരെ പോസിറ്റീവ് പോയായിരുന്നു, വളരെയധികം പെർഫോം ചെയ്തായിരുന്നു. പക്ഷേങ്കിൽ ഈവനാണ് നമ്മളെ ചതിച്ചത്. ഓക്കെ, കോഫോർജും ലാസ്റ്റ് മൊമെൻറ്റിൽ പതുക്കെ കയറി, പെർസിസ്റ്റൻസ് സിസ്റ്റം നെഗറ്റീവ് ആയിരുന്നു. എങ്കിലും ഇത് തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്യും. പക്ഷേ മാക്സ് ഹെൽത്തും BSE ആണ് ഏറ്റവും വെയിറ്റുള്ള സ്റ്റോക്ക്, നല്ലപോലെ പെർഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ് ട്രെൻഡാണ് നമ്മളിത് കണ്ടത്. പക്ഷേ ഈ ഒറ്റ ഒരാൾ നശിപ്പിച്ചു. എങ്കിലും ഇന്ന് മിഡ് ക്യാപ്പിൽ ധാരാളം ആ ഫസ്റ്റ് ട്രെൻഡിൽ ധാരാളം ഒറ്റ സ്ട്രെച്ചിലാണ് 110 പോയിൻറ്റോളം കയറിയായിരുന്നു. അത് നല്ലപോലെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് റിവേഴ്സ് വന്നപ്പം റിവേഴ്സ് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇവിടുന്ന് ട്രേഡ് എടുത്ത ധാരാളം ആൾക്കാരുണ്ട്, ഞാൻ തെളിവ് കാണിച്ചായിരുന്നല്ലോ. ഓക്കെ, എന്നാലും സാറിനൊന്നും ലോസാണ് കേട്ടോ. ഓക്കെ, അപ്പം
അപ്പം ഇതായിരുന്നു ഈ മിഡ് ക്യാപ്പിൻ്റെ ചരിത്രം. പിന്നെ ഞാൻ അത്രയും കഥ പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ്. അപ്പോൾ നാളെ മിഡ് ക്യാപ്പ് തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. മിഡ് ക്യാപ്പ് നാളെ ഇനി പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പം മിഡ് ക്യാപ്പ് ഇവിടുന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 12,575 ഒരു സപ്പോർട്ട്. ഓക്കെ, ഇവിടുന്ന് വീണ്ടും തിരിച്ചാളെ ഗ്യാപ്പപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവൻ അങ്ങനെ അങ്ങ് കയറിപ്പോവും. ഇല്ല താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഈ 12,575 സപ്പോർട്ട് തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നേരെ താഴോട്ട് പോകും. ഇത്രയേ ഉള്ളൂ പറയാൻ. അതിനെപ്പറ്റി നിങ്ങൾ നേരെ വാച്ച് ചെയ്യുക. ഓക്കെ, അവിടെ അത്രയും ഭാഗം അവിടെ പറഞ്ഞുകൊണ്ട് വിടുകയാണ്. അപ്പോൾ നമുക്കിനി നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിയിൽ ഈ പറയുന്ന പോലെ തന്നെ 75 പോയിൻറ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 75 പോയിൻറ്റ് മാർക്കറ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് വന്ന് മുകളിലോട്ട് വന്ന് ആടി കളിച്ചതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്തു, നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നു. 100 പോയിൻറ്റോളം ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് തന്നു. അതിനുശേഷം അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് നേരെ അതുപോലെ തന്നെ താഴെ വന്നു. വീണ്ടും ഞാനപ്പോൾ പറഞ്ഞു 640 നിങ്ങൾ വാച്ച് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. 640 വന്നു, സപ്പോർട്ട് എടുത്ത് താഴോട്ട് പോയെങ്കിലും തിരിച്ചവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും ഒന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് നമ്മുടെ ഇതേ ലെവൽ 753 വീണ്ടും എത്തി. അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, വീണ്ടും ഇതേ പോയിന്റ് തന്നെ വന്നു. ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഇതേ പോയിന്റ് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ വരച്ച നമ്മളുടെ 24,640 പോയിന്റിലാണ്, ഏകദേശം ആ പോയിന്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് US മാർക്കറ്റ് ന്യൂട്രലാണ്. ഓക്കെ, നെഗറ്റീവായി തീരുമോ അറിയത്തില്ല, ഓടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇന്ന് പറയാനുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ 1-2 കാര്യം നമുക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ന് രാത്രിയിൽ ട്രംപ് അണ്ണൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഗാസ വാറിനെ പറ്റി വാർ എൻഡായോ ഇല്ലയോ, ഈ യുദ്ധം അവസാനിപ്പിച്ചോ, ഒരു ധാരണയിലെത്തിയോ, ഹമാസും ഇസ്രായേലും തമ്മിലൊരു ധാരണയിലെത്തിയോ, ഇന്ന് രാത്രിയിൽ യുദ്ധം അവസാനിച്ചോ എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഇന്ന് രാത്രിയിൽ ഈ പ്രഖ്യാപനം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ US മാർക്കറ്റ് എല്ലാം പറക്കും, ക്രൂഡെല്ലാം താഴെ വരും, ഗോൾഡെല്ലാം താഴെ പോവും. ഇതിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം രാത്രി എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ട്രംപിൻ്റെ സ്പീച്ചുണ്ട്, അതിനകത്ത് ഗാസ വാറിന് ഒരു എൻഡായോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് ഇന്ന് രാത്രി അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. രണ്ടാമത്തെ കാര്യം, ഫാർമ നമുക്ക് 100% അടിച്ചെന്ന് പറഞ്ഞ കാര്യം അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഇനി ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ജനറിക് മെഡിസിന് താരിഫ് ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതെന്ത് ചോദിച്ചാൽ ജനറിക് മെഡിസിൻ ഇങ്ങനെ റോ ആയിട്ട് തന്നെ US അയച്ചിട്ട് അവിടുത്തെ കമ്പനികൾ അത് റീപാക്ക് ചെയ്ത് അവരുടെ പേരിൽ അവിടെ വിൽക്കുക. അപ്പോൾ പിന്നെ അതിന് താരിഫ് ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ വേറെ രാജ്യത്തോട്ട് അയച്ചിട്ട് അവിടുന്ന് പാക്ക് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് അയക്കുക. അല്ലാതെ ബ്രാൻഡ് നമ്മുടെ പേരിലുള്ള നമ്മുടെ ബ്രാൻഡ് ചെയ്ത മെഡിസിന് മാത്രമേ അവിടെ പിന്നെ ഈ പറയുന്ന 100% താരിഫ് അടിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ആരും അങ്ങനെ ചെയ്യത്തില്ല, വളഞ്ഞ വഴി കൂടെ ചെയ്യും. അതൊന്നാമത്തെ കാര്യം. ഇനി അവിടുത്തെ ഇപ്പോൾ ഒരു ന്യൂസ് വന്നു. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വെളിയിലുള്ള ഫിലിം ഓക്കെ 100% താരിഫ് അടിച്ചിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ന്യൂസാണ്. എനിക്കറിയത്തില്ല, ആ വാക്കുകളൊന്നും ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 2 ഞാൻ പറഞ്ഞേനെ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം വന്നേക്കുന്നതാണ് മൂവീസിന്. ഓക്കെ, അതായത് US നിർമ്മിക്കാത്ത പുറത്ത് നിർമ്മിക്കുന്ന മൂവീസിനെല്ലാം 100% താരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കാശ് ആരാ കൊടുക്കണ്ടേ? ഇതാരാ ഈ കാശ് കൊടുക്കണ്ടേ? മൂവി കാണുന്നത് ആരാ? അവിടെ ഉള്ളവരാ മൂവി കാണുന്നത്. ഓക്കെ, അവിടെ ഉള്ളൊരു മൂവി ആണെങ്കിൽ അവിടെ ഉള്ളവർ വേണ്ടേ കാശ് കൊടുക്കാൻ. ഇപ്പോൾ ഈ കാശ് അമേരിക്കക്കാരല്ലേ കൊടുക്കേണ്ടത്? ഒന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, അപ്പം അതാണ് പിന്നെ ഒരു സംഭവം ഉള്ളത്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടെന്ന് പറയാൻ. അതിനെപ്പറ്റി കൂടുതൽ ന്യൂസ് പുറത്ത് വന്നില്ല. ഇന്ത്യ ഏകദേശം 400 മുതൽ 500 മില്യൺ വർത്തിൻ്റെ ബോണ്ടുകൾ ബ്രിക്സിൽ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ 500 മില്യൺ, ഏകദേശം 500 മില്യൻ്റെ ബോണ്ടുകൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പൈസ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങോട്ട് വരും? ഇന്ത്യയിലോട്ട് വരും. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസ്. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നില്ല. ജസ്റ്റ് ഞാനൊരു ഹെഡ്ലൈൻ ന്യൂസ് മാത്രം വായിച്ചത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് എങ്ങോട്ട് വരും? നമ്മുടെ രാജ്യത്തോട്ട് വരും. അത് ഇൻഫ്രാസ്ട്രക്ചറിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി വലിയ കൂടുതൽ അറിവില്ല, എങ്കിൽ ഞാൻ ഹെഡ്ലൈൻ കണ്ട് നിങ്ങളോട് പറയുന്നുള്ളൂ. ഇതിനെപ്പറ്റി അറിയാവുന്നവർ കൂടുതൽ
നിങ്ങൾ അതിനെപ്പറ്റി യൂട്യൂബിൽ തപ്പി വിശകലനം നടത്തി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇത്രയും ഒക്കെ കാര്യങ്ങളാണ് നിലവിൽ മാർക്കറ്റിലുള്ളത്. ഓക്കെ, ഇപ്പം US മാർക്കറ്റും ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇന്ന് രാത്രിയിലത്തെ ട്രംപിൻ്റെ സ്പീച്ചിന് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലോ ഫ്ലാറ്റായിട്ടോ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്താൽ ഈ 24,753 ബ്രേക്ക് ചെയ്യണം. 24,753 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവ് സെറ്റപ്പ് പറയാൻ പറ്റത്തുള്ളൂ. ഇത് കടന്നാൽ ഈ ഹൈ ഒക്കെ കടന്ന് മേലോട്ട് പോയാൽ 890 എത്താനുള്ള സാധ്യത വളരെ കൂടുതൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഈ പറയുന്ന വാർ എൻഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഏകദേശം ഇവിടെയൊക്കെ 100-150 പോയിൻ്റൊക്കെ ആയിരിക്കും ഗ്യാപ്പ് അപ്പ് ഓടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 890 കഴിയുമ്പോൾ തന്നെ ഷോർട്ട് കവറിങ് ആരംഭിക്കും. ഇന്നത്തെ പിന്നെ ഇത് വന്നിട്ടില്ല, എന്താ പറയുന്നത്, നമ്മളുടെ FIDA ഡേറ്റ ഇതുവരെയായിട്ടും എത്തിയില്ല. ഓക്കെ, വന്നില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഡേറ്റ വരുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നാളെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ 890 മേളിൽ ഷോർട്ട് കവറിങ് നടക്കും. ഇല്ല ഇവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുക, ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിരിക്കുക. എന്നാലും ഇത് ബ്രേക്ക് ചെയ്യണം. 890 ബ്രേക്ക് ചെയ്യാതെ നമുക്കൊരു കൺഫർമേഷൻ ഷോർട്ട് കവറിങ് പറയാൻ പറ്റും. നാളെ എക്സ്പയറി ആണ്. അതാണ് ഏറ്റവും വലിയ സംഗതി. എക്സ്പയറി ആണ്. ഭയങ്കര വോളറ്റാലിറ്റി ആയിരിക്കും. വാലുകളുടെയൊക്കെ നീളം ഭയങ്കര കൂടുതലായിരിക്കും. മാക്സിമം ഉരുക്കി തീരും. അതുകൊണ്ട് നെക്സ്റ്റ് എക്സ്പയറിയിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും ഫാസ്റ്റായിട്ടുള്ള സംഭവങ്ങൾ വേണമല്ലോ, റെഡി ടു ഈറ്റ് ആണല്ലോ. പക്ഷെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കൂടെ മനസ്സിലാവണ്ടേ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം കൂടെ പറയാനുണ്ട് അല്ലേ. ബാങ്ക് നിഫ്റ്റിയുടെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ മറ്റുള്ളവർ രണ്ടുപേരും സഹകരിക്കാത്തതുകൊണ്ട് ഒരു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 71 പോയിൻറ്റ് അപ്പ് സൈഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. എങ്കിലും ഇപ്പം നമുക്കിവിടെ 2 പ്രാവശ്യം ഏകദേശം 2 പ്രാവശ്യം ഇവിടെ ഇപ്പോൾ നമ്മളൊരു വര വരയ്ക്കേണ്ടി വരും. ഇവിടെ ഈ ഏരിയയിൽ ഇത്. ഓക്കെ, ഇതിന് മുകളിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ 55,000 ക്രോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സാധനം നേരെ മുകളിലോട്ട് പോയിക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട ലൈൻ കൂടെ കിടപ്പുണ്ട് 53,660. ഓക്കെ, ജസ്റ്റ് ഇതുകൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ വീണ്ടും ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.